കോതമംഗലത്ത് രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു. മുൻ നഗരസഭാ ചെയർമാൻ KP ബാബു യോഗം ഉദ്ഘാടനം ചെയ്തു. നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രിയും AICC പ്രസിഡന്റുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ 80ാം ജന്മദിനം കോതമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷമീർ പനിക്കൽ അധ്യക്ഷത വഹിച്ചു. മുൻ നഗരസഭാ ചെയർമാൻ KP ബാബു യോഗം ഉദ്ഘാടനം ചെയ്തു. 11 വർഷക്കാലം ഇന്ദിരാഗാന്ധി തുടക്കമിട്ടതും 15 വർഷക്കാലം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആരംഭിച്ചതുമായ വ്യാവസായിക വിപ്ലവം ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് രാജീവ് ഗാന്ധിയാണ്. ലോകത്തിൻ്റെ സൗഹൃദങ്ങളുടെ മുമ്പിലേക്ക് 101 രാജ്യങ്ങളെ സംഘടിപ്പിച്ച് രാഷ്ട്ര നേതൃത്വം ഏറ്റെടുക്കാൻ രാജീവ് ഗാന്ധിക്ക് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഈ ഇന്ത്യയുടെ വ്യാവസായിക വിപ്ലവത്തിലൂടെ ലോകത്തിലെ 7ാമത്തെ രാജ്യമാക്കി ഇന്ത്യയെ മാറ്റിയത് രാജീവ് ഗാന്ധിയാണ്. മൊബൈൽ ഫോണുകൾ കാണുമ്പോഴും അത് ഉപയോഗിക്കുമ്പോഴും നാം ഓർമ്മിക്കേണ്ടത് രാജീവ് ഗാന്ധിയാണ്. കമ്പ്യൂട്ടർ വിപ്ലവം ഇന്ത്യയിൽ യാഥാർത്ഥ്യമാക്കിയത് രാജീവ് ഗാന്ധിയാണ്. അന്ന് രാജീവ് ഗാന്ധി അത് നടപ്പിലാക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെതിരെ പ്രവർത്തിച്ചതും സമരങ്ങൾ നടത്തിയതും നാം ഓർമ്മിക്കുന്നുണ്ട്. അങ്ങനെ കമ്പ്യൂട്ടർവൽക്കരിച്ച ധാരാളം വ്യാവസായിക നേട്ടങ്ങൾ കൈവരിച്ച് ലോകമനസാക്ഷിയുടെ മുമ്പിലേക്ക് ഇന്ത്യയെ ഉയർത്താൻ കഴിഞ്ഞ പട്ടിണി പാവങ്ങളുടെ തലവനായിരുന്ന പണ്ഡിറ്റ്ജിയെയും ഇന്ദിരാഗാന്ധിയെയും ഓർമ്മിപ്പിക്കുന്ന വ്യാവസായിക വിപ്ലവം ഇന്ത്യയിൽ യാഥാർത്ഥ്യമാക്കിയ നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട കണ്ണിലുണ്ണിയായ രാജീവ് ഗാന്ധിയുടെ 80ാം ജന്മദിനമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഓർമ്മിക്കുന്നത്. അതിന് സൗകര്യമൊരുക്കിയ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയെ ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് നിത്യനിതാന്തമായ ഓർമ്മകളുടെ ആത്മാവിനെ കണ്ടെത്തിയ രാജീവ് ഗാന്ധിയുടെ സ്മരണയെ ആത്മാഭിമാനത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഇത് ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അഡ്വക്കേറ്റ് അബു മൊയ്തീൻ, അഡ്വക്കേറ്റ് സിജു എബ്രഹാം, എൽദോസ് കീച്ചേരി, MV റെജി, PM നവാസ്, വിനോദ് K മേനോൻ, സത്താർ വട്ടക്കുടി, ബിനോയ് പുളിനാട്ട്, അനൂപ് കാസിം, ഗുണപതി ശിവദാസ്, സലീം മംഗലപ്പാറ, ജിജോ തോമസ്, പ്രവീൺ MM, പോളസ് ഡേവിസ്, എൽദോസ് ഡാനിയൽ, അലി കുഞ്ഞി H, അനിൽ രാമൻ നായർ, വിൽസൺ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. 1984 നമ്മുടെ രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് നാളതുവരെ കണ്ടിരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലെ കക്ഷി നിലയിലെ അതിശയപ്പെടുത്തിക്കൊണ്ടാണ് കോൺഗ്രസിന് 400-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് രാജീവ് ഗാന്ധി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായത്. ആ സാഹചര്യം ഇന്നത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒടുവിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇന്ന് കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത ഗവൺമെന്റുകൾ രാജ്യത്ത് പല കരി നിയമങ്ങളും പാസ്സാക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നിട്ടുള്ള ഏത് മേഖലയിലായാലും കൊണ്ടുവന്നിട്ടുള്ള നേട്ടങ്ങളെയെല്ലാം തമസ്കരിക്കുന്നതിനും ഇകഴ്ത്തി കാണിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ രാജ്യത്തെ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ തരംതിരിക്കാൻ ശ്രമിക്കുമ്പോൾ 400-ലധികം സീറ്റുണ്ടായിരുന്ന രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഇരുസഭകളിലും ലോക്സഭയിലായാലും രാജ്യസഭയിലായാലും കോൺഗ്രസിന് ഈ രാജ്യത്ത് ഏത് നിയമവും പാസ്സാക്കി എടുക്കാൻ കഴിയുന്ന കക്ഷി നിലയുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ അടുത്ത നൂറ്റാണ്ടിലേക്ക് ഈ രാജ്യം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായ ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അനന്തമായ സാധ്യതകളുള്ള ഒരു രാജ്യമായി ലോകത്തിന്റെ നെറുകയിലേക്ക് ഈ രാജ്യത്തെ കൈപിടിച്ചുയർത്തുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഭരണാധികാരി ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയത്തിനും ഇട നൽകാതെ പുതിയ തലമുറക്കായാലും പഴയ തലമുറക്കായാലും പറയാൻ കഴിയുന്ന തരത്തിലേക്ക് രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് യുഗപ്രഭാവനായിരുന്ന രാജീവ് ഗാന്ധി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. രാജീവ് ഗാന്ധി കേവലം മീഡിയ സിസ്റ്റി കോതമംഗലം.